ഇറാൻ US രണ്ടാം ഘട്ട ചർച്ചയിൽ അനിശ്ചിതത്വം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാനിൽ എത്തി. അമേരിക്കൻ സംഘം ഉടനെത്തും. ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്ണറും സംഘത്തിൽ ഉണ്ട്. നിർദ്ദേശങ്ങളും ഉപാധികളും ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചേക്കും. അശ്വജിത് സി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വജിത്, ഗുഡ് മോർണിംഗ്. വീണ്ടും ഈ അനിശ്ചിതത്വത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താവുമെന്ന പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ നമ്മളൊക്കെ കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും പോംവഴി ഉണ്ടാകുമോ ഇന്നെങ്കിലും? മോത്തി, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അനിശ്ചിതത്വം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു സാധ്യത പൂർണ്ണമായിട്ടും അടഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ട്രംപിൻ്റെതായി പുറത്തു വരുന്ന പ്രസ്താവനകളിൽ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെ ആയി പാകിസ്ഥാനിൽ നിന്ന്, ഇസ്ലാമാബാദിൽ നിന്നൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും ഇറാനെ പ്രതിനിധീകരിച്ച അവരുടെ വിദേശകാര്യമന്ത്രി തന്നെ, വളരെ പവർഫുള്ളായ നേതാവ് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട്. അബ്ബാസ് അരാഗ്ചി തന്നെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം ഇതിനു മുമ്പത്തെ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് എത്തിയിട്ടുള്ളത്. അമേരിക്ക കഴിഞ്ഞ ചർച്ചകളിലൊക്കെ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ് അയച്ചതെങ്കിൽ ഇത്തവണ അമേരിക്ക കുറച്ചുകൂടെ ഒരുപക്ഷെ ഒരു മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അമേരിക്കയുടെ ഒരു പ്രത്യേക പ്രതിനിധികൾ, ഒരുപക്ഷെ ഇതിനു മുമ്പും ഇത്തരം സാഹചര്യങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികളാണ് ഇത്തവണ ഇസ്ലാമാബാദിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ രണ്ട് കൂട്ടരും എത്തുന്നുവെങ്കിൽ പോലും ഔദ്യോഗികമായി ഈ ചർച്ച നടക്കുമെന്ന് ഇപ്പോഴും ഒരു ഉറപ്പില്ല. അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ നേർക്കുനേർ ഇരുന്ന്, മുഖാമുഖം ഇരുന്ന് ചർച്ച നടക്കും എന്നിപ്പോഴും പറയാൻ കഴിയില്ല. മറ്റൊരു സാധ്യതയുള്ളത്, ഇറാൻ അവരുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും പാകിസ്ഥാന്റെ പ്രതിനിധികളെ അറിയിക്കുകയും അത് അമേരിക്കൻ പ്രതിനിധികളെ അറിയിക്കുകയും അങ്ങനെ ഒരു മധ്യസ്ഥ രീതിയിലുള്ള ചർച്ച, നേർക്കുനേർ മുഖാമുഖം ചർച്ചയല്ല, മറിച്ച് പാകിസ്ഥാന്റെ പ്രതിനിധികളെ മധ്യസ്ഥരായി നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും മുഖാമുഖം രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒപ്പം ഇരിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയ്ക്കും അതുവഴി ഒരു സൊല്യൂഷനും, അതുവഴി ഒരു പരിഹാരത്തിനും സാധ്യതയുണ്ട് എന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ശുഭവാർത്തയ്ക്കായി പ്രതീക്ഷിക്കാം. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി അശ്വജിത്, നമ്മളെല്ലാവരും ആ പ്രതീക്ഷയിലാണ്. നല്ലതുണ്ടാവട്ടെ എന്ന്, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷ, നല്ലത് സംഭവിക്കും എന്നാണ്. അശ്വജിത് സി ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകി.